അട്ടിമറി വിജയം നടക്കാൻ പോകുന്ന ഒരു സീസൺ ആയിരിക്കും ബിഗ് ബോസ് സീസൺ 6 മലയാളം. കാരണം ഈ പറയുന്നത് പോലെയുള്ള വോട്ട് സ്പ്ലിറ്റിങ്ങുകൾ, PR ബോട്ടുകൾ, ഇതെല്ലാം കൊണ്ട് ഈ അവസാന ആഴ്ചയിൽ പല പല സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. നാളെ ശരണ്യ, സുരേഷ്, ഗബ്രി ഇവരൊക്കെ ആയിരിക്കും ബിഗ് ബോസ് വീടിനകത്തോട്ട് വരുന്നത്. ഇന്നത്തെ ഡേ നമുക്കറിയാം, ഒരു ടാസ്ക് കൊടുത്ത് ഒരാളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അയാൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടി ചെയ്തതുപോലെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റഡ് ആണോ, ഇപ്പോൾ വന്ന് സ്ക്രിപ്റ്റഡ് ആക്കുന്നുണ്ടോ? അതായത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസിന് അറിയത്തില്ല സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. എന്നാൽ മേക്കേഴ്സ് സ്ക്രിപ്റ്റഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാളെ പർട്ടിക്കുലർലി ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് തന്നെ ഒരു ക്യാരക്ടർ കൊടുത്ത് ഇതുവരെയും ഒരു സീസണിലും ഇല്ലാത്ത ലെവലിൽ അവസാനത്തെ ആഴ്ച ഒരു സ്പെഷ്യൽ ടാസ്ക് ഒക്കെ കൊടുത്ത് ആ ടാസ്കിനകത്ത് 2 പേർക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തിനാണ് ചെയ്തത്? ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ്. പറയാം. ഇന്നത്തെ ഡേ 94 ബിഗ് ബോസ് സീസൺ 6 ജൂൺ 12 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ജെനുവിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ മെയിൻലി ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ, റസ്മിൻ രാവിലെ പാടത്തെ കോലമായിട്ട് വെളിയിൽ നിൽക്കുന്നു, ശ്രീതു കണ്ടുപിടിക്കുന്നു, ജാസ്മിന് സർപ്രൈസ് കൊടുത്ത് അവർ തമ്മിലുള്ള കാര്യങ്ങളാണ്. നീ സൂപ്പറാണ്, പുറത്ത് അടിപൊളിയാണ്, സെറ്റാണെന്നെല്ലാം പറയുന്നു. ഇതാണ് മെയിൻലി റസ്മിൻ്റെ എൻട്രി. അതിനുശേഷമാണ് ടാസ്ക് കൊടുക്കുന്നത്. എന്തിന്? നമ്മുടെ വീട്ടുകാർക്ക് 2 പേർക്ക് മാത്രം കൂടുതൽ എന്താ പറയുക സ്പേസ് കിട്ടുന്ന ഒരു ലെവലിലേക്കാണ് ടാസ്ക് കൊണ്ടുപോയത്. കാരണം അവസാന വീക്കിൽ നമുക്കറിയാം, ഒരു ടാസ്ക് കൊടുക്കുമ്പം അവിടെ 6 കണ്ടസ്റ്റൻസ് ബാക്കിയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈക്വലി പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള ഒരു ടാസ്ക് ആയിരുന്നു കൊടുക്കേണ്ടത്. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ അർജുനും ജാസ്മിനും 2 പേർക്കും സ്പെഷ്യലായിട്ട് അവരെ കള്ളനും അല്ലെങ്കിൽ എന്താ പറയുക കൊലപാതകികളും ആക്കി. നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ ടാസ്ക്. പക്ഷേ ഇതിനകത്തുള്ള ഒരു വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈവൻ ഞാനാണ് ആ ബിഗ് ബോസ് ഹൗസിലുള്ളതെങ്കിൽ എനിക്ക് ആ ടാസ്കിൽ കൊലപാതകി എന്ന് പറഞ്ഞൊരു സാധനം തരുമ്പോൾ എന്നെ ആയിരിക്കും കൂടുതൽ ലൈവിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതും എപ്പിസോഡിലും ഞാനായിരിക്കും. കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കൊലപാതകി, അതിനകത്ത് കൊലയാളി ഞാനാണെങ്കിൽ ഞാൻ ഫോൺ വിളിക്കുന്നതും ഞാൻ കൊല്ലാൻ നോക്കുന്ന ഐഡിയാസും ഞാൻ എങ്ങനെ ഇതെല്ലാം ചെയ്യാൻ നോക്കുന്നു എന്നുള്ള കാര്യങ്ങളായിരിക്കത്തില്ലേ നിങ്ങൾ വ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പറയുന്നത്. ഈ പറയുന്ന പോലെ അർജുനും ജാസ്മിനും അങ്ങനെ ഒരു പവർ കൊടുക്കുമ്പോഴത്തേക്കും അർജുൻ എപ്പോഴും ഫോൺ വരും. അർജുനെ ബിഗ് ബോസ് എന്തായിരിക്കും അർജുൻ്റെ പറയുന്നത്. അപ്പം നമ്മൾ അത് ലൈവ് നമ്മൾ സ്കിപ്പടിക്കാതെ അല്ലെങ്കിൽ എപ്പിസോഡ് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കും എന്താ നടക്കുന്നതെന്ന്. അതിനുശേഷം പിന്നെ നമ്മൾ ജാസ്മിനെ വീക്ഷിക്കും. കാരണം ഈ അർജുൻ ജാസ്മിന് പാസ് ചെയ്യുന്നത്, ജാസ്മിൻ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നൊക്കെയുള്ള ലെവല്. ഈച്ച് ആൻഡ് എവറി ടാസ്ക്, എല്ലാ ടാസ്കിലും ഇതുപോലെ തന്നെയാണ്. എപ്പിസോഡ് 1 മുതൽ ഡേ 1 മുതൽ ഇപ്പോഴവരേക്കും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ എല്ലാ ബിഗ് ബോസിനും അങ്ങനെയാണ്. പക്ഷേ അവസാനത്തെ വീക്കിലാണ് ഇത് പ്രശ്നം വരുന്നത്. കാരണം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീസൺസ് വളരെ കുറവാണ്. ഹിന്ദിയിലൊക്കെ സ്ഥിരമാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന ആൾ ജയിക്കത്തേ ഇല്ല, വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ജയിക്കുന്നത്. അപ്പം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സീസൺസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ അവസാന വീക്കുകളിൽ കൂടുതൽ ഒരാളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അയാൾക്ക് ടാസ്കുകൾ കൊടുക്കുകയും അയാളെ തലവനാക്കുകയും അല്ലെങ്കിൽ അയാൾക്ക് ആ ടാസ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് ക്യാരക്ടറിനെ ബിൽഡപ്പ് ചെയ്ത് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒബ്വിയസ്ലി ജയിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ അർജുൻ ഈ സംഭവം ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, അർജുൻ ഓൾറെഡി നോറയുടെ പെർഫോമൻസിൽ ഭയങ്കര മുന്നിട്ട് നിൽക്കുകയാണ്. ഓൾറെഡി അർജുന് നല്ല വോട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ സിജോയുടെ വോട്ടുകൾ വരാതിരിക്കാം. അപ്പം അങ്ങനെ ഇൻഡിവിജ്വൽ പെർഫോമൻസസിൻ്റെ വോട്ടുകളുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഈ പറയുന്ന ഇന്നത്തെ ടാസ്ക് അപ്പോൾ അതൊരു ബൂസ്റ്റിംഗ് ആണ്. എല്ലാം ബൂസ്റ്റിംഗ് ആണ്. അപ്പം ഞാനിവിടെ അർജുനെ സപ്പോർട്ട് ചെയ്തോ എഗെയിൻസ്റ്റ് പറയുന്നത് രണ്ടുമല്ല. എനിക്കതിൻ്റെ കാര്യമില്ല. എനിക്ക് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. അർജുൻ്റെ കേസ് മാത്രമല്ല, അതവിടെ നിൽക്കട്ടെ, ജാസ്മിൻ്റെ കേസും അതും അത് തന്നെയാണ് പറയാനുള്ളത്. ജാസ്മിൻ ഈ പറയുന്ന ആ ഒരു പവർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ്, കൊലയാളിയുടെ അസിസ്റ്റൻ്റ് എന്നുള്ള ലെവൽ കൊടുക്കുമ്പോൾ കൂടുതൽ പേരും ജാസ്മിനിലേക്ക് പോകും. പക്ഷേ അവിടെ രാത്രി വന്നപ്പം ഋഷിക്കും ജിൻഡോയ്ക്കും ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റിഗേഷൻ ഒരു പവർ കൊടുത്തു. അത് പക്ഷേ എത്ര നേരം നീണ്ടുപോയി? മാക്സിമം ഓഫ് 1 hour. 1 hourനകത്ത് എല്ലാം പൂട്ടിക്കെട്ടി. അവരുടെ പരിപാടികളെല്ലാം തന്നെ പൂട്ടിക്കെട്ടി ഒരു ലെവലിലാണ്. ഈ പറയുന്ന ടാസ്കും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. രാത്രി അപ്സര എൻട്രി ചെയ്തു. അതിനുശേഷം രതീഷ് എൻട്രി ചെയ്തു. രതീഷിന് കുറേ മാസ് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ രതീഷ് പെങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് മെയിൻലി ഇന്നത്തെ എപ്പിസോഡ് ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനം. ഇത്രയാണ് എപ്പിസോഡിനകത്തുള്ളത്. വേറെ ഒന്നും കാര്യമായിട്ട് പറയാനില്ല. ഈ പറയുന്ന പുറത്തെ കാര്യങ്ങൾ ഇവരെ ഡിസ്കസ് ചെയ്യും. എപ്പിസോഡിനകത്ത് രാവിലത്തെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. രാവിലെ ഈ പറയുന്ന ഉച്ചയ്ക്ക് ഇവർക്ക് ടാസ്ക് കൊടുക്കുന്നതിന് മുന്നേ വരെ പുറത്തെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുകയും പുറത്തെ കാര്യങ്ങൾ പറയുമ്പം ബിഗ് ബോസ് വാൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കൂട്ടത്തിരുന്ന് ജാൻമണി, പൂജ,
പിന്നെ നമ്മുടെ അഭിഷേക്, ഋഷി ഇവരുടെ ഒരു ഗ്യാങ്ങും, റസ്മിൻ, ജാസ്മിൻ മാറിയിരുന്ന മറ്റൊരു ഗ്യാങ്. അപ്പം അങ്ങനെ പല പല ഗ്യാങ്ങുകളായിട്ട് ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ല. മൊത്തമേ കട്ടാണ്. ഈ സാധനങ്ങൾ മുഴുവനേ കട്ടാണ്. എപ്പിസോഡിലും ഇല്ല, പ്ലസ്സിലും ഇല്ല, ഒരു കോപ്പിലും അതില്ല. ലൈവിൽ മാത്രമേ ഈ സാധനം ഉള്ളൂ. അപ്പം ഒരു പിടിയും കിട്ടുന്നില്ല. അവസാന നിമിഷത്തിലോട്ട് ഞാൻ ഇപ്പോഴും ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ചില പർട്ടിക്കുലർലി ഇൻസിഡൻസ് കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കാതെ, ഈവൻ അതിനകത്ത് നമുക്കറിയാം ഏറ്റവും താഴത്തെ ലെവലിൽ വോട്ടുകളിൽ നിൽക്കുന്ന ഒരു പക്ഷേ ശ്രീധുവും ഋഷി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടിയും ശ്രീധുവിനും ഋഷിക്കും അഭിഷേകിനും ജിൻഡോയ്ക്കും ജാസ്മിനും അർജുനും ഒരേ പ്രയോറിറ്റിയാണ് കൊടുക്കേണ്ടത്. ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു സ്പെഷ്യൽ പവർ കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം പുറത്തവർക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാകും. ഇപ്പം എന്നെ പിടിച്ച് കള്ളനാക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പിസോഡിൽ മൊത്തം കള്ളൻ എന്ത് ചെയ്യുന്നു, കള്ളൻ എവിടെ പോയി, കള്ളൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം കാണിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആകെ എപ്പിസോഡ് 40 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ആ 40 മിനിറ്റിൽ ഒരു 30 മിനിറ്റ് ഞാൻ കവറപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അന്ന് വീഴുന്ന വോട്ടുകൾ, കുടുംബ പ്രേക്ഷകരുടെ വോട്ടുകൾ എനിക്ക് സ്വാഭാവികമായിട്ട് വീഴും. മനസ്സിലായില്ലേ? ഇപ്പോൾ അർജുൻ ആരും വോട്ട് കൊടുക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. അർജുന് വോട്ട് അങ്ങനെ കിട്ടും, അർജുൻ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അർജുൻ്റെ ബ്രില്യൻസ് അല്ല, അതിവിടെ മേക്കേഴ്സ് കൊടുത്തൊരു ടാസ്ക്. അർജുൻ എന്നല്ല, ഇപ്പോൾ വേറൊരാൾക്ക് അത് കൊടുത്തിരുന്നെങ്കിൽ അയാളുടെ പേരെടുത്ത് ഞാനിങ്ങനെ പറയുമായിരുന്നു. അയാളുടെ പേരെടുത്ത് പറഞ്ഞ് അർജുന് പകരം ജിൻഡോയ്ക്കാണ് ഈ പറയുന്ന ഒരു പൊസിഷൻ കൊടുത്തിരുന്നത് എങ്കിൽ കള്ളനാണ് നിങ്ങളാണ് കൊല്ലേണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് ഞാൻ പറഞ്ഞേനെ, അതെന്തിനാ ജിൻഡോയ്ക്ക് മാത്രം അങ്ങനെ ചെയ്തത് എന്ന് ഞാൻ ചോദിക്കേണ്ടി വന്നേനെ. പക്ഷെ അവസാനം ഈ പറയുന്ന പോലെ ജിൻഡോയ്ക്കും ഋഷിക്കും ലാസ്റ്റാണ് ഇവർക്കൊരു സ്പെഷ്യൽ പവർ കൊടുക്കുന്നത്, CIDs എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ സ്പെഷ്യൽ പവർ മാക്സിമം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 1.5 hour മാക്സിമം ആയപ്പോഴത്തേക്കും അത് കട്ട് ചെയ്തു. പക്ഷേ അതും ഈ പറയുന്ന പോലെ അവർക്കും സ്ക്രീൻ സ്പേസ് കൊടുക്കുമ്പോഴാണ്. അപ്പോഴും ഇവിടെ മാറി നിൽക്കുന്ന 2 ആൾക്കാരുണ്ട്, ശ്രീധു, അഭിഷേകും. അവർക്ക് എന്ത് പവറാണ് കൊടുത്തത്? അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഇവർക്ക് 2 പേർക്ക് പവർ കൊടുത്തു, ഉച്ചയ്ക്ക് ഇവർക്ക് 2 പേർക്ക്, വൈകിട്ട് അവർക്ക് പവർ കൊടുത്ത പോലെ ഇവർക്ക് ശ്രീധുവിനും അഭിഷേകിനോട് പവർ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഈക്വൽ എല്ലാവർക്കും ഓരോരോ പവറുകൾ കിട്ടി എന്ന് നമുക്ക് പറയാം. അപ്പം അവിടെ ഈ പറയുന്ന പോലെ ശ്രീധുവിനും അഭിഷേകിനും ഒരു പവർ അവർക്ക് കൊടുത്തില്ല. അപ്പോൾ എനിക്ക് അത് കുറച്ചുകൂടി എന്താ പറയുക, ഒരു അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു. ബിഗ് ബോസിൻ്റെ പാർട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഔട്ട്ലൈൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം സെറ്റാണ്. പക്ഷേ ആസ് എ റിവ്യൂവർ, പ്രേക്ഷകൻ എന്നുള്ള നിലയിലല്ല, ആസ് എ റിവ്യൂവർ എന്നുള്ള നിലയിൽ നോക്കി കാണുമ്പോൾ ദർ ഈസ് സംതിങ് പാർഷ്യാലിറ്റി ഇൻ, എനിക്കങ്ങനെ തോന്നുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ പ്രേക്ഷകരാണ് അന്തിമമായിട്ട് തീരുമാനിക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ മെയിൻ സീക്വൻസ് ആയിട്ട് നടന്നത്. ഇനിയിപ്പം നാളെ ശരണ്യ അവിടെ ചെന്നൈയിലുണ്ട്. അപ്പോൾ ശരണ്യ നാളെ കയറും. ശരണ്യ ഇന്ന് കയറിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നാളെ ലൈവിൽ കാണാൻ പറ്റും. ഗബ്രി ഓൾറെഡി കയറിയത് നമ്മുടെ പ്രൊമോയിൽ കണ്ടു. അപ്പം അത് നമുക്കിന്ന് ലൈവിൽ കാണാൻ പറ്റും. പിന്നെ സുരേഷ് ഭയങ്കര ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹം കയറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹം കയറിയിട്ടുണ്ടാവണം. നാളെ ബിഗ് ബോസ് വീട്ടിനകത്ത് കയറുന്നവരുടെ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിഷാന, അൻസിബ, അഭിഷേക്, ജയദീപ് ഇവരിത്രയാണ് കയറുന്നത്. പിന്നെ അതിന് ലാസ്റ്റ് ദിവസം സിജോ, പിന്നെ നമ്മുടെ സായി, നന്ദന ഇവരിത്രയാണ് കയറുന്നത്. ഇങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ബാക്കി അപ്ഡേറ്റുകൾ വഴിയെ അറിയിക്കാം അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.